Hello friends, എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ തിയറി പേപ്പേഴ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. സോ ഇന്ന് തൊട്ട് നമ്മൾ ഓരോരോ എക്സ്പെരിമെന്റ്സ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ആൻഡ് എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്യും. എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർമെന്റ്സ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രൂ ഗേജ് വെച്ചിട്ടാണ്. സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിവൈസ് ആണ്, ചെറിയൊരു എക്യുപ്മെന്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അല്ലേ? സോ ദ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഇസ് സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജ് ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ. അതായത് ചെറിയ ചെറിയ ഒബ്ജക്ട്സിന്റെ ഒക്കെ ഡയമീറ്ററും തിക്നെസ്സും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുന്നത്. നൗ സ്ക്രൂ ഗേജിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിലുള്ള ഈ സ്കെയിലിനെയാണ്, മെഷർമെന്റ് എടുക്കുന്ന സ്കെയിലിനാണ് നമ്മൾ പിച്ച് സ്കെയിൽ എന്ന് പറയാം. ആൻഡ് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഔട്ടറിലുള്ള സ്കെയിലിനാണ് നമ്മൾ ഹെഡ് സ്കെയിൽ എന്ന് പറയാം. ഇതിന്റെ പുറത്തേക്ക്, ഈ പുറത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ് എന്ത്? റാഷറ്റ്. സംടൈംസ് നിങ്ങളുടെ സ്കൂളിൽ കിട്ടുന്ന സ്ക്രൂ ഗേജിന്റെ പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ പോലെ ഒരു സാധനം ഉണ്ടാകും. അതിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയാ? റാഷറ്റ് തന്നെയാണ് പറയാ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹെഡ് സ്കെയിലിന്റെ മുകളിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യരുത്. റാഷറ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? സോ ദിസ് പാർട്ട് ഈസ് കോൾഡ് പിച്ച് സ്കെയിൽ. This one, this is called pitch scale. Clear? And ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ പാർട്ടിനെയാണ് നമ്മൾ ഹെഡ് സ്കെയിൽ എന്ന് പറയാം. ഹെഡ് സ്കെയിൽ. ക്ലിയർ? പിച്ച് സ്കെയിൽ, ഹെഡ് സ്കെയിൽ. ഓക്കെ, നൗ നമ്മൾ എങ്ങനെയാണ് എക്സാം ഷീറ്റിൽ, ആൻസർ ഷീറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതുക, ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓഫ്കോഴ്സ് ഫസ്റ്റ് വൺ എയിം. എയിം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും നിങ്ങളുടെ എയിം അല്ലെ? അപ്പൊ 3 കേസസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ടു ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ആൻഡ് വോളിയം ഓഫ് ദ വയർ. ഓക്കെ, യു ഗെറ്റ് എ വയർ ലൈക്ക് ദിസ്. സംടൈംസ് ഇതിലും കട്ടി കുറഞ്ഞ, കാരണം തിക്നെസ് കുറഞ്ഞ വയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം അതിന്റെ വോളിയം ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? വോളിയം വിച്ച് ഇസ് നത്തിങ് ബട്ട് ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ, വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പൈ ആർ സ്ക്വയർ, റൈറ്റ്? അപ്പം റേഡിയസ് വേണം. റേഡിയസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ റേഡിയസ് കണ്ടുപിടിക്കുക? സ്ക്രൂ ഗേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡയമീറ്റർ കണ്ടുപിടിക്കും. ഡയമീറ്ററിനെ ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന റേഡിയസ് ആയിരിക്കും. സോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഈസിലി, റൈറ്റ്? സോ ദ സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ, ഹെൻസ് ടു ഡിറ്റർമൈൻ ഇറ്റ്സ് വോളിയം. ഒരു സ്ഫിയറിന്റെ ഒരു ലെഡ് ഷോട്ട് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്, ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ഫിയർ ഷേപ്പിലുള്ളത് കിട്ടും. അപ്പം അതിനെ സ്ക്രൂ ഗേജിന്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ദെൻ യു ക്യാൻ, using the equation, you can find out the volume of the sphere or whatever the thing you have. Clear? Now you can keep it like that. Okay, ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡയമീറ്റർ കിട്ടും. Next thing, the third one, to determine the thickness of glass plate and hence the volume using screw gauge. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ. സെയിം വേ സ്ക്രൂ ഗേജ് ഗ്ലാസ് പ്ലേറ്റിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ അപ്പാരറ്റസ്. സെക്കൻഡ് തിങ്, ആഫ്റ്റർ റൈറ്റ് ഡൗൺ എയിം, then you have to write the apparatus. എന്തൊക്കെയാണ് നമുക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്ന് കൃത്യമായിട്ട് എഴുതുക. So the thing is, screw gauge, wire, sphere, meter scale, ഗ്ലാസ് പ്ലേറ്റ്, ഗ്രാഫ് പേപ്പർ. ഈ ഗ്രാഫ് പേപ്പർ നമ്മൾ ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് കാണാനാണ്, അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് കാണാനും വോളിയം കാണാനും ഒക്കെ പറഞ്ഞെങ്കിൽ മാത്രം നമുക്ക് എന്ത് മതി? ഗ്രാഫ് പേപ്പറിന്റെ യൂസ് ഉള്ളൂ. ബിഫോർ റൈറ്റ് ഡൗൺ, ഈ തിയറി പാർട്ടിന്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് പിച്ച് എന്താണ്, ലീസ്റ്റ് കൗണ്ട് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ഒരു സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്ക്രൂ ഗേജ് ഇങ്ങനെ ഒബ്ജക്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ ജസ്റ്റ് റാച്ചസ് ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു വിൽ ഗെറ്റ് എ സൗണ്ട്. ഓക്കെ, ഒരു ടിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ സൗണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ റീഡിങ് നോക്കുക. അതായത് നമ്മുടെ പിച്ച് സ്കെയിലിൽ
ഇവിടെ ഒരു സെന്റർ ലൈൻ ഉണ്ടാവും. അതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ആ റെഫറൻസ് പോയിന്റ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഹെഡ് സ്കെയിലിലെ വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതാണ് നമ്മുടെ HSR എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒബ്സർവേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് പിച്ച്? പിച്ച് ഇസ് നത്തിങ് ബട്ട് ഈ പിച്ച് സ്കെയിലിൽ ഇവിടെ നിങ്ങൾക്ക് സ്ക്രൂ ഗേജിൽ കാണിക്കും 20 × 1 mm, വിച്ച് മീൻസ് അതിൽ 20 ഡിവിഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓരോ ഡിവിഷൻസും 1 mm ആണ്. ക്ലിയർ? അപ്പോൾ ഓരോ ഡിവിഷൻസ് എന്ന് പറയുന്നതും 1 mm ആണ്. അപ്പം ഇങ്ങനെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് ഒരു റൊട്ടേഷൻസ് എടുക്കാം, 10 റൊട്ടേഷൻ അല്ലെങ്കിൽ 5 റൊട്ടേഷൻസ്, whichever you want. അപ്പോൾ ഒരു 10 റൊട്ടേഷൻസ് ഹെഡ് സ്കെയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പിച്ച് സ്കെയിലുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ആ പിച്ച് സ്കെയിലുള്ള വാല്യൂനെ ഈ ഹെഡ് സ്കെയിലുള്ള 10 റൊട്ടേഷൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങളുടെ പിച്ച് വാല്യൂ. ഓക്കെ, അപ്പോൾ 10 റൊട്ടേഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ which means pitch is nothing but distance moved by number of rotation. Okay, which means ഒരു 10 റൊട്ടേഷൻ ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിച്ച് സ്കെയിൽ കിട്ടുന്ന വാല്യൂ 10 തന്നെയായിരിക്കും. 10/10 which is equal to 1 millimeter. Clear? This is the value for pitch. Pitch എന്ന് പറയുന്നത് 1 millimeter ആണെന്ന് കിട്ടി. Now we have to find out the least count. എന്താ ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്? വിച്ച് ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുക? ലീസ്റ്റ് കൗണ്ട്. അതായത് ഏറ്റവും ചെറിയ വാല്യൂ. ഇപ്പൊ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനാണ് സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പൊ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ number of divisions in head scale. Okay, അപ്പം ഈ ഹെഡ് സ്കെയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണെന്ന് നോക്കുക. ആ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസിനെ പിച്ചിനെ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ തിയറി പാർട്ട് എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. ഇത് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ഓക്കെ, സോ പിച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്ര? 1 millimeter, റൈറ്റ്? സോ 1 millimeter ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. ഹെഡ് സ്കെയിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും 0 to 90, പിന്നെ അങ്ങോട്ടൊരു 10 ഡിവിഷൻ, വിച്ച് മീൻസ് 100. ടോട്ടൽ ഡിവിഷൻസ് എത്രയാണ്? 100 ആണ്. എന്തുള്ളത്? 100 ഡിവിഷൻസ് ആണ് ഹെഡ് സ്കെയിൽ. അപ്പം ലാസ്റ്റ് വിൽ ഗെറ്റ് 0.01 millimeter. ക്ലിയർ? സോ ഒരു സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0.01 millimeter ആണ്. യു ഹാവ് ടു റിമെമ്പർ ദിസ്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, ടോട്ടൽ റീഡിംഗ്. ടോട്ടൽ റീഡിംഗ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇസ് PSR പ്ലസ് കറക്റ്റഡ് HSR. ഓക്കെ, സി എന്ന് പറയുന്നത് കറക്റ്റഡിനാണ് സി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത്, Z എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, കറക്റ്റഡ് HSR ഇൻടു LC. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ റീഡിംഗ്. PSR which is nothing but pitch scale reading. Pitch scale reading. Pitch scale readingനെയാണ് നമ്മൾ എന്ത് പറയാ? PSR എന്ന് പറയാം. And this is corrected HSR. Corrected HSR. എന്തുകൊണ്ടാണ് കറക്റ്റഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആൻഡ് ദിസ് ഇസ് ലീസ്റ്റ് കൗണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റീഡിംഗ് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻസ്, പിച്ചിന്റെ ഇക്വേഷൻസ് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്ത്? ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ പിച്ച് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ, വിച്ച് മീൻസ് 1 millimeter by 100, and you have to remember this value 0.01 millimeter. Don't forget to write the unit. Next, ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? PSR പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് കറക്റ്റഡ് HSR ഇൻടു ലീസ്റ്റ് കൗണ്ട്. PSRനെ കറക്റ്റഡ് HSRനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ടോട്ടൽ റീഡിംഗ്. നെക്സ്റ്റ്, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, PSR പ്ലസ് CHSR ഇൻടു LC. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാബുലാർ കോളം വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നെക്സ്റ്റ്,
ഒരു 3 ഇക്വേഷൻസും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വോളിയം ഓഫ് ദ വയർ, വോളിയം ഓഫ് ദ സ്ഫിയർ ആൻഡ് we have to find the thickness or volume of the glass plate, right? So volume of the wire, wire-ന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ is V which is equal to pi r square L. Okay, pi r square L. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. Okay, then volume of the sphere, അതായത് ഈ സ്ഫിയറിന്റെ വോളിയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ഇതിന് സ്ഫിയർ ഷേപ്പ് അല്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടുക സ്ഫിയർ ഷേപ്പിലുള്ളതാണ്. അപ്പം സ്ഫിയറിൻ്റെതാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? 4/3 pi a cube. A is nothing but the radius only. Next, ഗ്ലാസ് പ്ലേറ്റിന്റെ വോളിയാണ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഏരിയ ഇൻറ്റു തിക്നെസ്. I'll write it down. Volume of glass plate. Glass plate. V is equal to area into thickness. Okay, A into T. അപ്പം A എന്ന് പറയുന്നത് ഏരിയ നമ്മൾ ഗ്രാഫ് പേപ്പർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. T എന്ന് പറയുന്നത് തിക്നെസ് നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ക്ലിയർ? നെക്സ്റ്റ്, സീറോ കറക്ഷൻസും സീറോ എററും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സീറോ കറക്ഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം, കാരണം നിങ്ങൾക്ക് ടാബുലാർ കോളംസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സാധനമാണ്. സീറോ കറക്ഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൺസിഡർ ദിസ് ഈസ് യുവർ പിച്ച് സ്കെയിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പിച്ച് സ്കെയിൽ ആൻഡ് ഇതാണ് നിങ്ങളുടെ ഹെഡ് സ്കെയിൽ. ഓക്കെ, ഇത് നിങ്ങളുടെ ഹെഡ് സ്കെയിലാണ് ആൻഡ് ദിസ് ഈസ് യുവർ പിച്ച് സ്കെയിൽ. അപ്പം പിച്ച് സ്കെയിലിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ റീഡിങ്സ് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു സെന്റർ ലൈൻ ഉണ്ടാകും. അതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ആ പിച്ച് സ്കെയിലിന്റെ മുകളിലുള്ള ലൈനാണ്. അപ്പം ഈ ലൈൻ ഹെഡ് സ്കെയിലിലെ വാല്യൂസ് സീറോ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ഡിഫറൻസ് ആണ് ഉള്ളത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ സീറോ എററും സീറോ കറക്ഷൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ സീറോ എറർ പോസിറ്റീവ് ആണെങ്കിൽ സീറോ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. സീറോ എറർ നെഗറ്റീവ് ആണെങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് വൈസ് വേഴ്സ, ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും, നേരെ തിരിച്ചോ. ക്ലിയർ? അപ്പം ഫസ്റ്റ് നമ്മൾ ഈ റെഫറൻസ് പോയിന്റ് വരയ്ക്കാം. സോ ദിസ് ഈസ് അവർ റെഫറൻസ് പോയിന്റ്. പിച്ച് സ്കെയിലിലെ റെഫറൻസ് പോയിന്റ് ആണത്. ഇനി ഹെഡ് സ്കെയില്, ഹെഡ് സ്കെയില് ഇത് 0, 1, 2, 3, 4, 5 and 1, 2, 3, 4, 5. ഓക്കെ, ഇത് താഴേക്ക് വരുമ്പോൾ 95 അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ സി, ഇവിടെ സീറോയും റെഫറൻസ് പോയിന്റും തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ കേസ് വരുമ്പോൾ റെഫറൻസ് ലൈനും സീറോയും തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു സീറോ എറർ ഒന്നും ഇല്ല. അതായത് രണ്ടും കോയിൻസൈഡ് ചെയ്താണ് നിൽക്കുന്നത്. സീറോ എററും ഇല്ല, സീറോ കറക്ഷനും ഇല്ല. എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എററും ഇല്ല, കറക്ഷനും ഇല്ല. നെക്സ്റ്റ് കേസ്, ഇനി ഏതൊക്കെ കേസാണ് വരിക? നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സീറോ റെഫറൻസ് ലൈനിന്റെ മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്, സീറോ റെഫറൻസ് ലൈനിന്റെ താഴെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സീറോ റെഫറൻസ് ലൈനിന്റെ താഴെയാണെങ്കിൽ സീറോ ഇപ്പോൾ ഇവിടെ റെഫറൻസ് ലൈനിന്റെ താഴെയാണ് കിടക്കുന്നത്. താഴെയാണ് കിടക്കുന്നതെങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, റെഫറൻസ് ലൈനിന്റെ താഴെയാണ് സീറോ കിടക്കുന്നതെങ്കിൽ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. വിച്ച് മീൻസ് ഇവിടുത്തെ സീറോ എറർ എത്രയാണ്? ഒരു പോയിന്റ് മുകളിലേക്ക് പോയാൽ മതി. ഇവിടെ 1 കിടക്കുന്നത് അല്ലേ, ഇവിടെ 1 കിടക്കുന്നത്. അപ്പൊ സീറോ എറർ എന്ന് പറയുന്നത് +1 ആയിരിക്കും ആൻഡ് സീറോ കറക്ഷൻ എന്ന് പറയുന്നത് -1 ആയിരിക്കും. നെക്സ്റ്റ്, അടുത്ത കേസ് എന്ന് പറയുന്നത് ഇവിടെയാണ് സീറോ കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സീറോ എന്ന് പറയുന്ന പോയിന്റ് മുകളിലാണ്, അതായത് നമ്മുടെ റെഫറൻസ് പോയിന്റിന്റെ മുകളിലാണ് സീറോ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, 1, 2, 3 ഇവിടെ മൂന്നാമത്തെ പോയിന്റുമായിട്ടാണ് നമ്മുടെ റെഫറൻസ് ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നത്.
വിച്ച് മീൻസ് 0 എറർ എന്ന് പറയുന്നത് -3 ആയിരിക്കും, 0 കറക്ഷൻ എന്ന് പറയുന്നത് +3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. റെഫറൻസ് ലൈനിന്റെ മുകളിലാണ് 0 എങ്കിൽ 0 കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും, റെഫറൻസ് ലൈനിന്റെ താഴെയാണ് 0 എങ്കിൽ 0 കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 0 എറർ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള 0 എറർ എന്ന് പറയുന്നത് -3 ആണ്. 0 error is nothing but -3, which means 0 correction is just opposite to that, +3. And least count, how to find out the least count? Least count is, we know that pitch divided by total number of divisions in head scale. Clear? So which is nothing but 1/100, which is equal to 0.01 millimeter. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നമുക്കിപ്പോൾ കിട്ടിയ എന്തൊക്കെയാണ്? 0 error is -3 and 0 correction is +3. So least count is 0.01 millimeter. Next, how to find out the tabular column. Tabular column വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ഇറ്റ് ഡൗൺ ദ ഇക്വേഷൻ. ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? PSR പ്ലസ് corrected HSR into LC. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? നമ്മൾ ടോട്ടൽ കാണും, നമ്മൾ കുറെ ട്രയൽ നോക്കും. സോ വി ആർ ഡ്രോയിങ് ദിസ് നമ്പർ, സീരീസ് നമ്പർ. ദെൻ നെക്സ്റ്റ് PSR, പിച്ച് സ്കെയിൽ റീഡിംഗ്. അപ്പൊ പിച്ച് സ്കെയിൽ റീഡിംഗിന് ഒരു കോളം വേണം, ദാറ്റ് ഈസ്. ദെൻ corrected HSR, എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ആദ്യം ഒരു വാല്യൂ വേണ്ടേ? അപ്പം HSR റീഡിംഗ്, നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന HSR റീഡിംഗ്. ദെൻ corrected HSR. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? നത്തിങ് ബട്ട് നമ്മളിപ്പോൾ 0 കറക്ഷൻ കണ്ടുപിടിച്ചു, നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിന്റെ 0 കറക്ഷൻ കണ്ടുപിടിച്ചു. 0 കറക്ഷൻ എത്രയാണോ അത് ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? കറക്റ്റഡ് HSR. ഇപ്പൊ നമുക്ക് ഇവിടെ 0 കറക്ഷൻ മൈനസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, ആൻഡ് പ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ നമുക്കിപ്പം ഒബ്സർവ്ഡ് HSR ഇപ്പോൾ ഒരു 5 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒബ്സർവ്ഡ് HSR 5 ആണ് കിട്ടുന്നതെങ്കിൽ കറക്റ്റഡ് HSR എത്രയായിരിക്കും? നമുക്ക് കിട്ടിയത് +3 ആണ്, അപ്പം 8 ആയിരിക്കും. ഓക്കെ, ദെൻ -3 ആണ് നിങ്ങളുടെ 0 കറക്ഷൻ എന്ന് വെച്ചാൽ 5ന്റെ അടുത്തുനിന്ന് -3 ചെയ്യണം. ക്ലിയർ? പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നൗ ദിസ് ഇസ് ദ കോളം. Then corrected HSR into LC. Corrected HSR into LC. Least count ആയിട്ട് corrected HSR multiply ചെയ്യുക. Then we are taking the total reading. ഇത് ഈ corrected HSR plus PSR ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Total reading കിട്ടും. After that we have to take the mean of this. Okay, അപ്പോൾ നമുക്ക് മെഷർ ചെയ്ത വാല്യൂസ് ഏതൊക്കെയാ നോക്കാം. We are going to write the 0 correction. 0 correction നിങ്ങളുടെ ടാബുലാർ കോളത്തിന്റെ മുകളിൽ എഴുതി വെക്കുക, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. 0 correction. You can indicate with Z which is nothing but +3. Okay, so what we are going to do, we are taking all the values. So PSR എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് കിട്ടിയത്. So observed HSR which is 79. So corrected HSR എന്ന് പറയുന്നത് 79 plus the 0 correction which is 82. Then corrected HSR into LC, 82 into 0.01 which is 0.82. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കാം. 79 plus 3 എന്ന് പറയുന്നതാണ് എന്ത്? ഈ 82 എന്ന് പറയുന്നത്. ക്ലിയർ? So 0.82. Then total reading PSR plus corrected HSR into LC. PSR എന്ന് പറയുന്നത് എത്രയാണ്? 1. So 1.82. Okay. സെയിം വേ PSR ചേഞ്ച് ചെയ്യില്ല, PSR സെയിം തന്നെയായിരിക്കും. സോ വിൽ ഗെറ്റ് 1. സോ ദെൻ ഒബ്സർവ്ഡ് HSR എന്ന് പറയുന്നത് 79. കാരണം ഓരോ മെഷർമെന്റ്സ് എടുത്തു കഴിയുമ്പോഴും നമുക്ക് ചിലപ്പോൾ വാല്യൂസിന് ചേഞ്ച് വരും. ഇനി എല്ലാം ഈക്വൽ ആണെങ്കിൽ നിങ്ങളുടെ ആക്യുറേറ്റ് ആണ്, നിങ്ങളുടെ മെഷർമെന്റ്സ് അത്രയും ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഡിവൈസിനും പ്രശ്നമൊന്നുമില്ല, അത്രയും ആക്യുറേറ്റ് ആയതുകൊണ്ടാണ് എല്ലാം സെയിം വാല്യൂസ് കിട്ടുന്നതെന്നും കരുതാം. So 79 which is 82
0.82. You'll get then total reading 1.82. Minus sum of total readings divided by the number. Sum of total reading clear. So when you add this, you will get 9.12. After that, you have to divide it with the total number. This is 5 readings are there, so we are going to divide with 5. Then you will get the answer 1.824. Okay, this is in millimeter. And now this is nothing but the diameter of the wire. നമ്മൾ എടുത്ത വയറിന്റെ ഡയമീറ്റർ ആണ് എന്ത് ഈ കിട്ടിയിരിക്കുന്നത്. അതായത് ടോട്ടൽ റീഡിങ്സ് എടുത്തു, ആഡ് ചെയ്തു, average കണ്ടുപിടിച്ചു. After that we got the value 1.824 millimeter, which is nothing but the diameter of the wire. So we got the diameter of the wire. D, which is equal to 1.824 millimeter, right? So this is the diameter of the wire. Wire inde diameter aanu kittirikkunnu. Now what we have to do to find out the radius? Radius of the wire. Radius of the wire. Radius of the wire R is equal to D by 2, which means 1.824 millimeter divided by 2. Okay, this is nothing but 0.912 into 10 raised to minus 3 meter, because we have to convert it. Millimeter na nammal meter like convert cheyanam, right? Appam idana nammade radius nu parayunnathu. Now next നമ്മൾ എന്ത് ചെയ്യണം? വോളിയം കണ്ടുപിടിക്കണം. ഈസി. വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൈ ആർ സ്ക്വയർ എൽ. സോ വോളിയം of the wire is given by pi r square L. Just substitute the values. Okay. ആദ്യം pi value substitute ചെയ്യുക. R എന്ന് പറയുന്നത് radius whole square. After that length of the wire. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ എടുത്തിരിക്കുന്ന വയറിന്റെ ലെങ്ത് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 3.14 into radius, which is 0.912 into 10 raised to minus 3 whole square into 12 into 10 raised to minus 2. See, ഇവിടെ സ്കെയിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, സെന്റിമീറ്റർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇൻറ്റു 10 raised to minus 2. ഈ കേസിൽ നമ്മൾ പിച്ച് സ്കെയിൽ റീഡിങ്ങും എല്ലാം നമ്മൾ എടുക്കുന്നത് മില്ലിമീറ്ററിലാണ്. സോ മില്ലിമീറ്ററിന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. സോ പവറിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. Then you know how to add the powers, right? So the answer is 31.340 into 10 raised to minus 8 meter cube, which is means we found out the volume. Volume unit ആണ് the meter cube. This is how we have to find out the volume of the wire. Then ഒരു സ്റ്റെപ്പും കൂടി ലാസ്റ്റ് ഇതിൻ്റെത് നമ്മൾ എഴുതി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? എയിം എഴുതി, അപ്പാരറ്റസ് എഴുതി, പ്രിൻസിപ്പിൾസ് എഴുതി, അതായത് ലീസ്റ്റ് കൗണ്ട് എഴുതി, വോളിയം ഓഫ് വയർ നമ്മൾ എഴുതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം നമ്മൾ ടാബുലാർ കോളം വരച്ചു, കാൽക്കുലേഷൻസും ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. ലാസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു റൈറ്റ് റിസൾട്ട്.
റിസൾട്ട് എഴുതിയതിനു ശേഷം വോളിയം ഓഫ് ദ ഗിവൺ വയർ, വോളിയം ഓഫ് ദ given wire which is equal to what we got 31.340 into 31.340 into 10 raised to minus 8 meter cube. Clear? This is the answer. Next ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്തു നോക്കാം. To find out the volume of a glass plate. ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ വോളിയം കാണാനുള്ളതാണ്. എയിം, അപ്പാരറ്റസ്, തിയറി എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ആൻഡ് ദിസ് ഈസ് ഒബ്സർവേഷൻ കോളം. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. സോ നൗ നമ്മുടെ PSR റീഡിംഗ് ഈസ് 3 ആൻഡ് ദ ഒബ്സർവ്ഡ് HSR ഈസ് 82 ആൻഡ് കറക്റ്റഡ് HSR which means 82 plus 3, so which is 85. Clear? Now corrected HSR into LC 0.85. This is 3 plus corrected HSR into LC 3.85. So next PSR is 3. This is 83. Now 86, 0.86, 3.86. Now what we have to do, ഇതിനെല്ലാം ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ ഉണ്ട്. അതായത് ഇവിടെ 5 റീഡിങ്സ് ആണുള്ളത്. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മീൻ വാല്യൂ വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ തിക്നെസ് T ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മില്ലിമീറ്ററിലായിരിക്കും, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ടേക്കിംഗ് ദ ആവറേജ് വാല്യൂ, സോ ദ ആവറേജ് വാല്യൂ 19.27 divided by 5, you will get 3.856 into 10 raised to minus 3 meter. Okay, this is nothing but the thickness. തിക്നെസ് തന്നെയാണ് എന്ത്, നമുക്ക് ഈ ആവറേജ് വാല്യൂ കിട്ടുന്നത് തിക്നെസ് ആണ്. നെക്സ്റ്റ് അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്ത ഗ്ലാസ് ഗ്രാഫ് പേപ്പറിൽ വെച്ചിട്ട് ടോട്ടൽ വാല്യൂസ്, അതായത് എത്ര കോളംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഈ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ഓരോ കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഓരോ കോളം എന്ന് പറയുന്നത് 100 millimeter ആയിരിക്കും അല്ലേ? അപ്പം ഇതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ഇത് ദിസ് വേ ഓർ യു ക്യാൻ ടേക്ക് ഇൻ ദ ഹൊറിസോണ്ടൽ വേ. ഹാഫ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ആൻഡ് ദ സ്മോൾ പോർഷൻ വിച്ച് ഇസ് 25. ആൻഡ് ഈ ഓരോ ചെറിയ കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 millimeter ആയിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? നമ്മൾ എടുത്ത ഗ്ലാസ് ഏതാണോ, നമ്മൾ എടുത്ത ഗ്ലാസ്സിനെ നമ്മൾ ഈ ഗ്രാഫ് പേപ്പറിൽ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏത് ഗ്ലാസ് ആണോ കിട്ടുന്നത് ആ ഗ്ലാസ്സിനെ ഗ്രാഫ് പേപ്പറിൽ വെച്ചിട്ട് ആ ഷേപ്പിൽ വരയ്ക്കാം. ഓക്കെ, so this is, you will get, see, I hope you can see, this is the same size. So ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പം ഈ കോളം ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? അപ്പം ഈ കോളം എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16, നമുക്ക് 16 കൗണ്ട്സ് ഉണ്ടാകും. അപ്പം ഈ ഏരിയ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്ലാസിന്റെ ഷേപ്പ്, ആ ഷേപ്പിനനുസരിച്ച് വരയ്ക്കുക. ചിലപ്പോൾ കുഞ്ഞു ഗ്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അപ്പൊ ആ കുഞ്ഞ് ഗ്ലാസിന്റെ ഷേപ്പിനനുസരിച്ച് വരയ്ക്കുക. ക്ലിയർ? സോ ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഗ്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് വരയ്ക്കുക. ആൻഡ് കൗണ്ട് ദ കോളംസ്, ആ ഗ്രാഫിന്റെ ഉള്ളിലെ കോളംസ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളം എത്രയാണോ അതിനെ മില്ലിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ കിട്ടിയത് ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു 16 കോളംസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 16 into 100 millimeter square. So you will get 60,000 millimeter square. Clear? So നിങ്ങളെ ഗ്രാഫ് പേപ്പറിനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കോളം സെറ്റ് ചെയ്തിട്ട് വെക്കാം. So this is 16,600 millimeter square. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 1600 into 10 raised to minus 6
meter square. You have to do this. So this is the area. Now what we have to do? We have to find the volume. Volume കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? Volume which is area into thickness. Area എന്ന് പറയുന്നത് എത്രയാണ്? 1600 into 10 raised to minus 6 into thickness എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 3.856 into 10 raised to minus 3. 3.856 into 10 raised to minus 3. So you have to do this calculation. After that you will get 6169 into 10 raised to minus 9 meter cube. This is the volume. This is the volume of a glass plate. Yeah, that's it. This is how you have to do the screw gauge experiments. Now നമുക്ക് നെക്സ്റ്റ് ഓരോരോ എക്സ്പെരിമെന്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പം ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എഴുതേണ്ട പ്രൊസീജിയർ, അതായത് ആ എഴുതേണ്ട രീതി നിങ്ങളുടെ അടുത്ത് തെറ്റിപ്പോകാൻ പാടില്ല. എയിം, അപ്പാരറ്റസ്, പ്രിൻസിപ്പിൾ, എല്ലാത്തിൻ്റെയും പ്രിൻസിപ്പിൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം. പ്രിൻസിപ്പിൾ, ദെൻ ഒബ്സർവേഷൻ കോളം, കാൽക്കുലേഷൻ, റിസൾട്ട്. ഓക്കെ, ഹിയർ ദ ലാസ്റ്റ് വൺ. So if you are going to write the result of this, we can write like this. Result, volume of given glass plate. Given glass plate. Glass plate which is equal to 6169 into 10 raised to minus 9 meter cube. This is how you have to do it. Thank you. Target Learning App, Kerala's most trusted learning partner.